കൊച്ചി പുറംകടലിലൂടെ പോയ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിൽ വീണ സംഭവത്തെ തുടർന്ന് തെക്കൻ തീരക്കടലിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകളോ അജ്ഞാത വസ്തുക്കളോ കണ്ടാൽ തുടരുതെന്നും പോലീസിൽ വിവരം നൽകണമെന്നും അറിയിപ്പ് നൽകി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്ന് കണ്ടെയ്നർ നീക്കം നടത്തി വെള്ളിയാഴ്ച രാത്രി 7:30 MSC എൽസ 3 എന്ന കപ്പൽ കൊച്ചിക്ക് യാത്ര തിരിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ശക്തമായ കടൽക്ഷോഭമാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാലാവസ്ഥാ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതിനാൽ വേഗം കുറച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ മുഖേന കപ്പലിൽ കയറ്റുന്ന ഓരോ കണ്ടെയ്നറുകളും കൃത്യസ്ഥാനങ്ങളിൽ 2 ഘട്ടങ്ങളിലായി ഉറപ്പിക്കുന്ന രീതിയുണ്ട്. ശക്തമായ കടൽക്ഷോഭത്തിൽ കപ്പൽ ഉലഞ്ഞ് ലോക്കുകൾ ഇളകുന്ന സാഹചര്യത്തിൽ മാത്രമേ കണ്ടെയ്നറുകൾ വീഴുന്ന സ്ഥിതി ഉണ്ടാകൂ എന്ന് ബന്ധപ്പെട്ടവർ കരുതുന്നു. തിരക്കേറിയ രാജ്യാന്തര കപ്പൽ പാതയിൽ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ്. മറ്റ് കപ്പലുകളുടെ പ്രൊപ്പല്ലറുകൾ ഇതിലിടിച്ചാൽ വലിയ അപകടമുണ്ടാകും. നിലവിൽ ചരിഞ്ഞു നിൽക്കുന്ന കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായാൽ കടലിൽ എണ്ണപ്പാടയുണ്ടാകാനും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും സാധ്യത കണക്കാക്കുന്നു. ഇത്തരത്തിൽ എണ്ണപ്പാടയുണ്ടായാൽ നീക്കാനുള്ള നടപടി തീരസേന സ്വീകരിക്കും.